നമസ്കാരം. ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ത്രീകളുടെ വിജയ കഥകൾ ഇവിടെ തീരുന്നില്ല. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് റിയയും സിജയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തു. സോ ലെറ്റ്സ് വെൽക്കം ദം. ഓക്കെ, അപ്പം സിജ ആൻഡ് റിയ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. അതായത് ഇതിന് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൂ. അതായത് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ടാലന്റ് എന്താണോ അത് അവർക്ക് കാണിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഏതെങ്കിലും അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ നിങ്ങളുടെ പിന്നിൽ? എന്റെ പിന്നിൽ ഡെഫിനറ്റ്ലി ഉണ്ട് എന്റെ അമ്മയാണ്. എനിക്ക് സ്ട്രെങ്ത്തും എനിക്ക് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അതിന്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. റിയയുടെ കാര്യത്തിൽ എനിക്ക് അറിയാം ആന്റി തന്നെയായിരിക്കും അതിനുള്ള ഉത്തരം. സിജിയുടെ കാര്യത്തിൽ അങ്ങനെ ആരാണ്? ഓബ്വിയസ്ലി നമ്മുടെ വീട്ടില് ആദ്യം നമ്മൾ ദ ഫസ്റ്റ് ഫീമെയിൽ നമുക്ക് എല്ലാവർക്കും അമ്മയാണ്. എനിക്ക് തോന്നുന്നു ഫാമിലി സപ്പോർട്ട് കിട്ടുന്നത് ആസ് എ ഫീമെയിൽ ഇപ്പൊ സിസ്റ്റേഴ്സ് ആയാലും അത് കഴിഞ്ഞിട്ടാണ് സിസ്റ്റേഴ്സും ഫ്രണ്ട്സും ഒക്കെ വരുന്നത്. സോ അമ്മയാണ് കൂടുതൽ എൻ്റെ ഒരു ലൈഫിൽ ഒരു ഫാമിലി സപ്പോർട്ട് അല്ലല്ലോ, സോറി, ഒരു സപ്പോർട്ട്. അമ്മയിൽ എന്താണ് അമ്മയിൽ അത്രയും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് അമ്മയിൽ നിന്ന് ഈ ക്വാളിറ്റി എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണം എന്ന് തോന്നിയത്? സപ്പോർട്ടീവ് ആവാം. ബിക്കോസ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുമ്പോൾ പെൺകുട്ടികൾക്ക് കുറേ ഫ്രീഡം കിട്ടുന്നുണ്ട്. അതിൻ്റെ മെയിൻ സപ്പോർട്ട് നമ്മുടെ പേരൻസ് ആണ്. ബിക്കോസ് അവർ അത്രത്തോളം ചേഞ്ച്, അവരും ആ ജനറേഷനോടും ചേഞ്ച് ആയാൽ മാത്രമേ നമുക്ക് ഈ ഫ്രീഡം കാര്യം കിട്ടത്തുള്ളൂ. നമുക്ക് ഒരു വീട്ടിൽ നിന്നാണ് നമ്മുടെ ബേസ് ഉണ്ടാവുന്നത്. അത് ആ അടിത്തറ എത്രത്തോളം സ്ട്രോങ് ആവുന്നത് അനുസരിച്ചിരിക്കും നമ്മുടെയൊക്കെ ഐഡന്റിറ്റി, നമ്മുടെയൊക്കെ പേഴ്സണാലിറ്റി, ഈവൻ നമ്മുടെ ഡ്രീംസ് ആയാലും അത് എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഫാമിലി സപ്പോർട്ട് ഉള്ളപ്പം കുറച്ചും കൂടി ഈസിയർ ആണ് ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ. യെസ്, അപ്പോൾ അമ്മയാണ് ഇവർ രണ്ടുപേരുടെയും റോൾ മോഡൽ എന്ന് ഇവർ പറഞ്ഞിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ റിയ, നമുക്ക് റിയയുടെ ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതായത് കുറേ മൂവീസിൽ കുറേ ഹീറോയിൻസിനും അല്ലെങ്കിൽ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനും ഒക്കെ വേണ്ടി ഡബ് ചെയ്തു. അപ്പോൾ ഈ അടുത്തിടെ ചെയ്തതിൽ അയ്യപ്പനും കോശിയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ അഞ്ചാം പാതിര അതൊക്കെ ആൾക്കാർ ഒരുപാട് ശ്രദ്ധിച്ച ക്യാരക്ടേഴ്സ് ആണ്. സോ അതിലേക്കൊക്കെ ഉള്ളൊരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഡബ്ബിംഗ് എന്ന് പറയുന്നത് കുറെ കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ആദ്യം ഭയങ്കര മടിയായിരുന്നു ഡബ് ചെയ്യാനായിട്ട്, തീരെ താല്പര്യമില്ല. കാരണം കുറച്ചധികം പണിയെടുക്കാനുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ ഇതുപോലത്തെ ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ എനിക്കൊരു ചാലഞ്ചാണ്. ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, ആ രീതിയിൽ അവർക്ക് എന്താണ് എൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ആ ക്യാരക്ടറിന് കുറച്ചുകൂടി ഒരു ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ പ്രിപ്പറേഷൻ എന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. ആ സമയത്ത് കാണും, ആ സമയത്ത് എന്താണ് നമ്മുടെ ഒരു ഐഡിയ, പിന്നെ ഡയറക്ടർ എന്തായാലും നമുക്ക് പറഞ്ഞു തരും ക്യാരക്ടർ ഇതാണെന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് ചെയ്യുന്നതാണ്. വേറെ ഏതൊക്കെയാണ് ചെയ്തിരിക്കുന്ന മൂവീസ്? പെട്ടെന്ന് ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് പറയാൻ മതി. ഇതിപ്പോ അടുത്ത് വന്നതാണ്. അങ്ങനെ നോർത്ത് 24 കാതം സ്വാതി റെഡ്ഡിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. മോസയിലെ കുതിരമീനുകൾ, ഇഷ്കില് ഹീറോയിൻ ആനിനെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക സിനിമയിൽ ഞാൻ സിജ റോസിനെ ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകൾ. സിജ എന്നാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് സിനിമ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഡ്യൂറിങ് മൈ കോളേജ് ഡേയ്സ് ഞാൻ എനിക്ക് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്ന രീതിയിൽ കയറണമെന്നായിരുന്നു. ദാറ്റ് വാസ് മൈ പ്രൊഫഷൻ. ഐ ഡിസൈഡഡ്. പക്ഷേ അതൊന്നും നടന്നില്ല. പടങ്ങൾ നടന്നു. എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല. എപ്പോഴാണ് ഈ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് മാത്രമേ സിനിമ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. സോ എൻ്റെ ആദ്യത്തെ സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ബിഹൈൻഡ് ദ ക്യാമറാസ് എന്തായാലും വർക്ക് ചെയ്യേണ്ടതായിരുന്നു പണ്ട്. സോ ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് ഞാൻ ആ സമയത്ത് ആഡ്സ് എല്ലാം ചെയ്യാൻ തുടങ്ങി ആസ് എൻ AD. അൻവരിക്കയുടെ കൂടെ ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മിലി ചെയ്തു. ട്രാഫിക് ഹിന്ദിയിലാണ് എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ അസിസ്റ്റിങ് ചെയ്യുന്നത്. എൻ്റെ ഒരു ബേസിക് പോയിന്റ് വാസ് ടു ലേൺ മോർ അബൌട്ട് സിനിമ. പക്ഷേ അത് എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് ഡിസിഷൻസ് ആയിരുന്നു. കുറച്ച് ബ്രേക്ക് ഉണ്ടായി, അത് കാരണം സിനിമകൾ കുറച്ച് ബ്രേക്ക് ഉണ്ടായി. പക്ഷെ എന്നാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. ഭാവിയിൽ അങ്ങനെ ഒരു ഡയറക്ടറായി നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ കാര്യപരിപാടികൾ നമ്മളിവിടെ നിർത്തിവെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ അതിഥിയെ സ്വാഗതം ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ പാട്ടുകാരിയാണ്. മെയിനായിട്ട് പാട്ടുകാരിയായിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും ആ വ്യക്തിക്ക് എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. അതായത് എഴുതും, കഥ, തിരക്കഥ, അങ്ങനെ സംവിധായികയാണ്. ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്, പ്രാസംഗികയാണ്, അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു സകലകലാ വല്ലഭി എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെൽക്കം
പ്രിയ ഷൈൻ. റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം സുഖം തന്നെ. സുഖം തന്നെ. സോ ആദ്യം എഴുത്തിലേക്കാണോ കടന്നത്? ആദ്യം എഴുത്തിലേക്കാണ്. എഴുത്താണ് തുടക്കം. എഴുത്ത്, അത് കഴിഞ്ഞ് വിവാഹശേഷം ഹസ്ബൻഡാണ് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്നത്. നമ്മളിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന് ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിശബ്ദമായിട്ട് പോകുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷെ അദ്ദേഹം ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാഗരം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരെണ്ണം അത് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ്, അങ്ങനെ മിഴിവിളക്കെന്ന് പറഞ്ഞ കണ്ണുകളില്ലാത്തവരുടെ ഈശ്വരൻ എന്ത് രൂപം എന്ത് ഭാവം, ആ ഒരു രീതിയിലുള്ള ഒരു കവിതയാണ് ആദ്യം വിഷ്വൽ ചെയ്തത്. അതിൽ നിന്ന് പിന്നെ അങ്ങ് പതുക്കെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഒരുപാട് കവിതകളാണ് ആദ്യം എഴുതാൻ തുടങ്ങിയത്. അല്ല, കവിതകളല്ല, ഞാനൊരു ചെറുപ്പം മുതലേ എഴുതാൻ തുടങ്ങിയതാണ്. മാസികകളിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, സ്ക്രിപ്റ്റുകളും ഒക്കെ എഴുതി അന്ന് തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു കവിത എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ഞാൻ മുമ്പേ ഇവിടെ വന്നപ്പോൾ സ്വാസികയുടെ ആ ഒരു രൂപവും ഭാവമൊക്കെ കണ്ടപ്പോൾ പഴയകാല കവികൾ വർണ്ണിക്കുന്ന ഒരു ആകാര സൗഷ്ഠവമുണ്ട്. 2 വരി സ്വാസിയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പാടട്ടെ? ഓ, തീർച്ചയായിട്ടും, സന്തോഷം. സ്വാസികേ എൻ ശ്വാസമായി പഞ്ചേന്ദ്രിയങ്ങളിലൊരിന്ദ്രിയാനന്ദമായി പടരും സൗന്ദര്യമേ, സ്വാസികേ എൻ ശ്വാസമായി ചാർവങ്കി ചാരുകേശിനി ചാരുനേത്രേ മനോഹരി തവ മന്ദഹാസം വിടരുമൊരാമ്പൽ പോൽ, തവ മന്ദഹാസം വിടരുമൊരാമ്പൽ പോൽ, പ്രണയം ചോരും നിൻ കപോലങ്ങളിൽ കണ്ടു ഞാൻ കാമ്പോജിരാഗം. ഗമ പദ സനിനിധ കരിമഷി പടരും നിൻ കടമിഴിക്കോണുകളിൽ കണ്ടു ഞാൻ പ്രണയസാഗരം. ചാരുനേത്രേ മനോഹരി സ്വാസികേ എൻ ശ്വാസമായി. ഇനി അഭിനയത്തിലേക്ക്, അതായത് ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ്? അതും ഹസ്ബൻഡിന്റെ സപ്പോർട്ട് തന്നെയായിരുന്നോ? ആദ്യം റോയി പീച്ചേട്ട് സാറിൻ്റെ കന്മഴ പെയ്യും മുമ്പേ എന്നൊരു മൂവിയിൽ ഞാൻ എൻ്റെ മോനെ ചെറുതായിരുന്നു, അവനെ കൊണ്ട് ഞാൻ അഭിനയിപ്പിക്കാൻ വന്നപ്പോൾ എൻ്റെ ആ ഒരു ചലനങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ പറഞ്ഞു, ഇവരുടെ ഉള്ളിലൊരു അഗ്നിയുണ്ട്, ഒരു ടീച്ചറുടെ റോള് ചെയ്യാവോ എന്ന് ചോദിച്ചു. തിലകൻ സാറിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയ ഒരു ടീച്ചറിൻ്റെ വേഷം ചെയ്തു. അതുകൊണ്ട് ഞാനങ്ങ് ഇതായിട്ട് പോയി. പിന്നെ 2 പെൺകുട്ടികൾ, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ ഡയറക്ടർ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അമല പോളിൻ്റെ ബാല്യത്തിലുള്ള കുട്ടിയുടെ അമ്മയായിട്ട് ത്രൂ ഔട്ട് വേഷമായിരുന്നു. എൻ്റെ മോനാണ് 18 വയസ്സിൽ സ്വതന്ത്ര ഛായാഗ്രഹണം ചെയ്ത അദ്വൈത് ഷൈൻ. അപ്പോൾ എൻ്റെ മുഖത്താണ് അവൻ ക്യാമറ വെച്ചത്. അങ്ങനെ ഇപ്പോൾ 34 ഷോർട്ട് മൂവികളും കവിതകളും ആൽബങ്ങളും ഒക്കെ ഞാൻ തന്നെ അത് അസിസ്റ്റന്റോ അസോസിയേറ്റോ ഇല്ലാതെ എനിക്ക് തോന്നുന്ന ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യാൻ ഒരു വിൽ പവർ അത് കിട്ടിയത് ഞാൻ കടന്നു വന്ന ആ ഒരു പാതയിലൂടെ. ആ പന്ഥാവ് വളരെ വേദനാജനകമായിരുന്നു. പരിഹാസം, പുച്ഛം, അവഹേളനം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് മോന് സപ്പോർട്ടാണ്. ആ ഒരു കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. കുടുംബജീവിതവും കലയും 2 കണ്ണായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ഹസ്ബൻഡിനും മകനും അവർക്കും ഒരു വലിയ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് അവാർഡ്സ് ഒക്കെ ചേച്ചിക്ക് സ്വന്തമായിട്ടുണ്ട് അല്ലേ? JC ഡാനിയൽ അവാർഡ് അത് കിട്ടിയിട്ടുണ്ട്. JC ഡാനിയൽ ഫൗണ്ടേഷന്റെ JC ഡാനിയൽ അവാർഡ്, പിന്നെ APJ അബ്ദുൽ കലാം കലാശ്രീ സ്റ്റേറ്റ് അവാർഡ്, ഇപ്പൊ കിട്ടിയത് ഗുരുശ്രേഷ്ഠ അവാർഡ്, പിന്നെ മികച്ച സംവിധായകക്കുള്ള ഒരു 15ഓളം അവാർഡ്, മികച്ച ഗായികക്കുള്ള അവാർഡ്, പിന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, ഇപ്പൊ ഇന്ദിരാഗാന്ധി ഇഗ്മോ അവാർഡുണ്ട്. പക്ഷെ മോളെ ഇതൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും മോളെ പോലെ ഒന്നും ഞാൻ ഭയങ്കര ഇതായിട്ടില്ല. ഒരു സംവിധായകരും ആരും നമ്മളെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ വിളിക്കുന്നില്ലെന്നോർത്ത് ഞാൻ പതറുന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്ത് അവാർഡ് വാങ്ങിക്കുന്നുണ്ട്. വലിയ ആൾക്ക് കൂട്ടത്തിലായിരിക്കും, വലിയ പൈസ മുടക്കിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ ഈ കൊച്ചു ഇത് ഞാൻ അയച്ചു കൊടുത്ത് എനിക്കത് കിട്ടുന്ന അത് മതി. എനിക്ക് ചേച്ചി ഈസ് ഫൈൻഡിങ് ഹർ വേ ടു ഡു ഇറ്റ്. അതെ, അതായത് നമുക്ക് ഇങ്ങോട്ട് ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഒരു വഴി ചേച്ചി അതുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ, ആർട്ട്, കോസ്റ്റ്യൂം, മേക്കപ്പ്,
പിന്നെ അസിസ്റ്റന്റ് അസോസിയേറ്റില്ല, അപ്പോൾ ഫുൾ ടൈം വർക്കായിരിക്കും. പക്ഷെ ഞാൻ ഇനി 6 എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. 6 സിനിമകൾ. 6 അയ്യോ അല്ല, സിനിമയല്ല, ഷോർട്ട് മൂവീസ്. സിനിമ ഒരെണ്ണം കഴിഞ്ഞു, വാക്കിനി. അത് റിലീസുമായി. രണ്ടാമത്തെ സിനിമ ചെയ്യാനായിട്ടെല്ലാം ആയി. പ്രൊഡ്യൂസറുടെ ഒരു പ്രശ്നമുണ്ട്. വഹിനി, സൈലന്റ് ആണ് വന്നി. നമ്മുടെ ദേശാടന കളിയാട്ടം ചെയ്ത MJ സാർ ആയിരുന്നു സീനിയർ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു. അതിൻ്റെ ക്യാമറാമാന് എൻ്റെ മോനാണ് സംവിധാനം ചെയ്തത്. ഒരാഴ്ച ഞാൻ ചെയ്തു, പക്ഷെ പ്രോസ്തെറ്റിക് മേക്കപ്പ് ആയിരുന്നു. മുഖം പൊള്ളി വിരൂപയായിട്ടൊരു സ്ത്രീയെ ശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കുന്ന ജോലി ചെയ്തുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ വളർത്തുകയും തൻ്റെ മുഖം പൊള്ളാൻ കാരണക്കാരായവരെ ഭർത്താവിനെയും കൂട്ടുകാരനെ അഗ്നിക്കിരയാക്കുന്നതായിരുന്നു അതിൻ്റെ ഇതിവൃത്തം. അപ്പോൾ ഈ പ്രോസ്തെറ്റിക് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സംവിധാനം കൂടെ ബുദ്ധിമുട്ടായതുകൊണ്ട് മോനോട് ചെയ്യാൻ സാറ് തന്നെയാണ് പറഞ്ഞത്. ഈ ചേച്ചി അത് ഞാൻ കേട്ടു, ചേച്ചി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗസ്റ്റാണ് വരുന്നതെന്ന് കേട്ടപ്പോൾ നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ പാലയിലെ സന്തോഷ് പണ്ഡിറ്റ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അത് മോളെ പിന്നെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും പാലായിലെ സന്തോഷ് പണ്ഡിറ്റ് എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് ഇത്തിരി സങ്കടം തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു പ്രിയാഷേൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ, പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞു സങ്കടപ്പെട്ടല്ല മാഷേ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന ഡിഫറൻ്റ് ആണ്. ഞാൻ ചെയ്യുന്നത് പക്ക കൊമേഴ്ഷ്യലാണ്. ഞാൻ അതിൽ നിന്ന് ധനം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് നിങ്ങൾ എന്താ കുറേ കുറച്ച് കാര്യങ്ങൾ ചെയ്യും, നല്ല കുറച്ച് ചെയ്യുന്നു. അപ്പം നിങ്ങൾ അത് കുറച്ചും കൂടെ അതൊന്ന് ബിസിനസ് ആക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. ഭൂമിക്ക് കീഴേ ഉള്ളതും ഭൂമിക്ക് മേളിലുള്ളത് എന്ത് കാര്യം ചോദിച്ചാലും നമ്മൾ പറയാൻ അറിഞ്ഞിരിക്കണം. ബ്രില്യൻറ്റ് മാനാണ് അദ്ദേഹം. ബ്രില്യൻറ്റ് മാൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് പ്രചോദനമാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ ഈ ഒരു കലാജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന്. പക്ഷെ നമ്മൾ തുടങ്ങി ഇത്രയും വരെ എത്തി, ഇനി അത് മുന്നോട്ട് പോവുക. എവിടെ വരെ പോകുന്നു അവിടം വരെ പോവുക, ബാക്കിയുള്ളതൊക്കെ സംഭവിക്കട്ടെ അല്ലെ. അപ്പൊ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ ഇനി നമുക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ശവഭോഗം എന്ന ഷോർട്ട് മൂവി ഉണ്ട്. 1950 കാലഘട്ടത്തിലെ ഒരു ദുരാചാരത്തെ ബേസ് ചെയ്ത് ഞാൻ രചനയെ സംവിധാനം നിർവഹിക്കുന്ന ശവഭോഗം എന്ന ഷോർട്ട് മൂവി ഇപ്പം ഷൂട്ട് ഉടനെ തുടങ്ങും. അതിലെ വരികൾ എഴുതിയത് ഗോപി സുന്ദറാണ്, സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അപ്പം അത് ഞാൻ പാടാം. അപ്പൊ ഓക്കെ, നമുക്ക് അപ്പൊ പ്രിയ ചേച്ചിയുടെ ആ ഒരു പാട്ട് എന്തായാലും കേട്ട് പെയ്യും രാവിൽ പാതിരാ പുള്ളുകൾ പോലും ഉറക്കമായി. ഇരുളിൻ തിരശില നീക്കി കൺകളിൽ പ്രണയ ചന്ദ്രകാന്തവുമാ. ഇരുളിൻ തിരശില നീക്കി കൺകളിൽ കാത്തിരിപ്പൂ ഞാൻ നിന്നിൽ പടരാൻ. തരരിര തരരി താരരാ തരരാ തരരിര തരരി താരരാ തരരാ. ഒരു നാഗമായി നിന്നുടലിൽ പിണയാൻ രതിയുടെ കാണാ കയങ്ങൾ തേടാൻ കാമപാശം കൊണ്ട് നിന്നെ ആത്മാവിൽ കെട്ടിടാൻ. ശിൽക്കാരമോടെ നിന്നിൽ പടരാൻ. രാത്രി മഴ പെയ്യും രാവിൽ പാതിരാ പുള്ളുകൾ പോലും ഉറക്കമായി. കാമബാണമെയ്തു നിന്നെ ദാഹത്തിൻ ശരശയ്യയിൽ കിടത്തി. എന്നതര പൂക്കളിൽ നിറയും മധുചഷകം ഗംഗാപ്രവാഹമായി നിന്നെഞ്ചിലേക്കൊഴുക്കാൻ. കാത്തിരിപ്പൂ പ്രിയനേ വേഴാമ്പലായി. രാത്രി മഴ പെയ്യും രാവിൽ പാതിരാ
ഒരുപാട് സന്തോഷം. അതായത് ചേച്ചി തന്നെ എഴുതിയ ഒരു പാട്ടാണ്. ഏതിൽ വേശ്യ എന്ന് പറയുന്ന ഞാൻ രചനയെ സംവിധാനം നിർവഹിക്കുന്ന വേശ്യ എന്ന ഷോർട്ട് മൂവിയിലെ ഹോം സിനിമയാണത്. 2 പാട്ടുണ്ട്, ഒരു കവിതയുണ്ട്. നമ്മുടെ മോളി കണ്ണമാലി ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ചെയ്യാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഹോം സിനിമയായിട്ട് എടുത്തതാണ്. ഉടനെ ഇറങ്ങും. അപ്പൊ ഇറങ്ങാൻ പോകുന്ന ഷോർട്ട് മൂവിയിലെ ഒരു പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. പറയൂ, ചേച്ചിയെ മീറ്റ് ചെയ്തു. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിനെ ഇപ്പം കാണാൻ പറ്റിയാലും, ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാൻ പറ്റിയാലും, ചേച്ചിയുടെ പാട്ടുകൾ കേൾക്കാൻ പറ്റിയാലും, നേരെ ഇത് കേൾക്കാൻ പറ്റിയാലും, ആസ്വദിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ചേച്ചിനെ സംസാരിക്കുമ്പോൾ ലോട്ട് ഓഫ് തിങ്സ് ടു ലേൺ. കുറെ പഠിക്കാൻ പറ്റിയ കുറെ മെസ്സേജസ് ഉണ്ട് ചേച്ചിയുടെ ഈ യാത്രയിൽ നമ്മൾ കാണുമ്പോൾ. സോ യെസ്, എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും നന്നായി തന്നെ നടക്കട്ടെ. അപ്പോൾ നമ്മുടെ വക റെഡ് കാർപ്പറ്റിന്റെ വക ഒരു സമ്മാനമുണ്ട്. ഓക്കെ, എന്തായാലും ഇനിയും നമ്മൾ അടുത്തൊരു വേദിയിൽ കാണുമ്പോൾ കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ ഉണ്ടാവട്ടെ. യെസ്, അപ്പോ താങ്ക് യു റിയ ആൻഡ് സിജ. വളരെ ഗംഭീരമായിട്ട് നമ്മൾ 4 സ്ത്രീകൾ ചേർന്ന് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തു. വളരെ രസകരമായിട്ട് അവരുടെ വിശേഷങ്ങളാണെങ്കിലും ചേച്ചിയുടെ വിശേഷങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഭയങ്കര ഹാപ്പിയായി. എൻ്റെ റെഡ് കാർപ്പറ്റ് പ്രേക്ഷകരും ഹാപ്പിയായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഗസ്റ്റുകളുമായിട്ടും പെർഫോമേഴ്സുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുപിട്ടും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നമുക്കൊരു ടാറ്റ ബൈ ബൈ പറയാം. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.